അന്യഗ്രഹജീവികളും അവരുടെ വിചിത്രമായ പേടകങ്ങളും. ഇതൊക്കെ വെറും കെട്ടുകഥകളാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്നും ഇവിടെ ഏലിയൻസ് വന്നു പോയിട്ടുണ്ടെന്നും അത് അമേരിക്കയ്ക്ക് കൃത്യമായിട്ട് അറിയാമെന്നും അതിൽ ചില പേടകങ്ങളുടെയൊക്കെ അവശേഷിപ്പുകളും ഒരുപാട് വീഡിയോ ദൃശ്യങ്ങളും ഡേറ്റകളും ഒക്കെ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ പക്കലുണ്ടെന്ന് കരുതുന്ന ആളുകളുമുണ്ട്. പക്ഷേ ഒരു കാര്യം 100% യാഥാർത്ഥ്യമാണ്. പുറം ലോകത്തെ അറിയിക്കാതെ വർഷങ്ങളായി അമേരിക്ക ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഡേറ്റയുണ്ട്. അത്തരം ഡേറ്റകളൊക്കെ അവരുടെ പക്കലുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡൻറ്റുമാർ തന്നെ പല ഘട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് 100% യാഥാർത്ഥ്യമാണ്. പറഞ്ഞു വരുന്നത് ആകാശത്ത് കാണുന്ന എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള വെളിച്ചത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വെതർ ബലൂണിനെക്കുറിച്ചോ ഒന്നുമല്ല. അതിനേക്കാളൊക്കെ ഭീകരമായിട്ടുള്ള പല തെളിവുകളും അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ പക്കലുണ്ട്. ആ വിവരങ്ങളൊക്കെ മറച്ചു വയ്ക്കാതെ പുറം ലോകത്തെ അറിയിക്കാനുള്ള ഉത്തരവാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറിയായ പീറ്റ് ഹെഗ്സേത്തിന് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയോ കാരണം കൊണ്ട് ഒരുപാട് വർഷമായി അമേരിക്ക ഈ ഡേറ്റയൊക്കെ ഒളിപ്പിച്ചു വച്ചിരിക്കുകയായിരുന്നു. ഇവിടെ വലിയ സംഭവമാണ് ആ ഡേറ്റയെന്നൊക്കെ ഞാൻ വെറുതെ തള്ളിവിടുകയല്ല. അതിൻ്റെ പിന്നിൽ ചില കാരണങ്ങളൊക്കെ ഉണ്ട്. അമേരിക്കയുടെ കയ്യിൽ നിന്നും ഒരു വീഡിയോ ലീക്കായിപ്പോയി. അതായത് ഈ ഒളിപ്പിച്ചു വച്ചിരുന്ന അനേകം വീഡിയോ ദൃശ്യങ്ങളിൽ, അനേകം റഡാർ ഡേറ്റകളിൽ ഒരെണ്ണം ലീക്ഡായി. ഒരുപാട് കാലം ആ വീഡിയോ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങി നടന്നു. കണ്ട പല ആളുകളും പറഞ്ഞു ഇത് വെറും ഫേക്കായിട്ടുള്ള വീഡിയോ ആണെന്ന്. പക്ഷേ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒടുവിൽ അമേരിക്കൻ ഗവൺമെൻറ്റിന് അത് സമ്മതിക്കേണ്ടി വന്നു. ഇത് വെറും ഫേക്ക് വീഡിയോ അല്ല, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ലീക്കായി പോയ ഒരു വീഡിയോ ആണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു ഏലിയൻ UFO തന്നെയാണ്. ഏലിയൻ UFO അല്ലെങ്കിൽ UAP എന്നൊക്കെ നമ്മൾ പറയും. UFO എന്ന് പറഞ്ഞാൽ അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റ് എന്നാണ്. അതായത് നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത, മനുഷ്യന് ഒരിക്കലും നിർമ്മിക്കാൻ സാധിക്കാത്ത, എന്താണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് കൃത്യമായിട്ടുള്ള ഒരു ധാരണയുമില്ലാത്ത പറക്കുന്ന വസ്തുക്കൾ. ഇതൊരു പഴയ പേരാണ്. ശരിക്കും സാങ്കേതികപരമായിട്ട് ഇതിനെ UAP എന്ന് പറയാം. അൺഐഡൻറ്റിഫൈഡ് ഏരിയൽ ഫിനോമിന. ഒബ്ജക്റ്റ് എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ ഒബ്ജക്റ്റ് ആയിരിക്കാം, പക്ഷേ അതൊരു പ്രതിഭാസമാണ്. നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലാത്ത, നമ്മുടെ ശാസ്ത്രമൊക്കെ പരാജയപ്പെട്ടു പോകുന്ന ചില വിചിത്രമായ പ്രതിഭാസങ്ങൾ. ഞാനൊരു വീഡിയോയുടെ കാര്യം പറഞ്ഞല്ലോ, ലീക്കായിപ്പോയ വീഡിയോ. ആ വീഡിയോയ്ക്ക് കാരണമായിട്ടുള്ള സംഭവം നടക്കുന്നത് 2004 നിങ്ങൾ ടിക് ടാക് മിഠായി കഴിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കണ്ടിട്ടെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ. ഒരു മിഠായി അല്ലെങ്കിൽ ഒരു മൗത്ത് ഫ്രഷ്നറാണ്. അതിൻ്റെ രൂപത്തിലുള്ള, അതിൻ്റെ നിറത്തിലുള്ള, അതിനേക്കാളൊക്കെ ഭീകരമായ വലിപ്പത്തിലുള്ള ഒരു UFO. ആ UFOയെ 2004 ആദ്യമായി കണ്ടെത്തുന്നത്. മൂന്ന് വർഷങ്ങൾ കൂടി കഴിഞ്ഞ് 2007 ആ വീഡിയോ ദൃശ്യം ഒരു ജർമ്മൻ ഫിലിം കമ്പനിയായ വിഷൻ അൺലിമിറ്റഡിന് കിട്ടി. അവരത് അവരുടെ സെർവറിൽ അപ്ലോഡ് ചെയ്തു. അങ്ങനെയാണ് ഇത് ആദ്യമായി പുറം ലോകം കാണുന്നത്. പക്ഷേ കണ്ട ആളുകളൊക്കെ ഉറപ്പിച്ചു പറഞ്ഞു, ഇത് ഒരു ഏലിയൻ UFO ഒന്നുമല്ല, ഇത് വെറും ഫേക്ക് വീഡിയോ മാത്രമാണ്. പിന്നീട് 2017 ഒരു ഉയർന്ന അമേരിക്കൻ ഓഫീസർ രാജിവെച്ചു. AATP അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് എയ്റോസ്പേസ് ത്രെറ്റ് ഐഡൻറ്റിഫിക്കേഷൻ പ്രോഗ്രാമിൻ്റെ തലവനായിരുന്നു അദ്ദേഹം. അതൊരു സീക്രട്ട് ഏജൻസിയാണ്. അദ്ദേഹം രാജിവെച്ചതിന് ശേഷം ഒരു എക്സ് ഡിഫൻസ് ഓഫീസറായ ക്രിസ്റ്റഫർ മെലൻ വഴി ആ ഔദ്യോഗികമായിട്ടുള്ള ഡേറ്റ ന്യൂയോർക്ക് ടൈംസിന് അയച്ചു കൊടുത്തു. അവരത് പബ്ലിഷ് ചെയ്തു. അങ്ങനെയാണ് പുറം ലോകം ഇത് ഗൗരവത്തോടു കൂടി എടുക്കാൻ തുടങ്ങിയത്. എന്നിട്ടും US ഡിഫൻസ് ഇത് അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. ഇതൊന്നും ഈ ഭൂമിയിൽ നടക്കുന്നേയില്ല, ഇങ്ങനൊരു വാർത്ത പോലും ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന രീതിയിലായിരുന്നു അവരുടെ പെരുമാറ്റം. പക്ഷേ ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രഷറുണ്ടായി. ജനങ്ങൾ മാത്രമല്ല, ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് പോലും പ്രഷറുണ്ടായി. ആ പ്രഷർ അതിജീവിക്കാൻ സാധിക്കാതെ ഒടുവിൽ 2020 പെൻറ്റഗൺ ഒരു പ്രഖ്യാപനം നടത്തി. പെൻറ്റഗൺ എന്ന് പറയുന്നത് അമേരിക്കൻ ഡിഫൻസിൻ്റെ ആസ്ഥാന മന്ദിരമാണ്. പെൻറ്റഗൻ്റെ പ്രഖ്യാപനം ഇങ്ങനെയായിരുന്നു: വർഷങ്ങളായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ആ വീഡിയോ ദൃശ്യം അത് ഫേക്കായിട്ടുള്ള ഒരു വീഡിയോ ദൃശ്യമല്ല, അതൊരു യഥാർത്ഥ വീഡിയോ ദൃശ്യം തന്നെയാണ്. അതൊരു UFO ആണ്. അത് മനുഷ്യനിർമ്മിതമായിട്ടുള്ളൊരു വസ്തുവല്ല, പക്ഷേ അങ്ങനൊരു വസ്തുവിനെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യർക്കൊരിക്കലും അതിൽ സഞ്ചരിക്കാൻ സാധിക്കില്ല.
അങ്ങനെയൊന്ന് ഡിസൈൻ ചെയ്യാൻ പോലും സാധിക്കില്ല. കാരണം നമ്മുടെ ശാസ്ത്രമനുസരിച്ച് അങ്ങനൊരു പേടകത്തിന് ആ രീതിയിലൊന്നും പറക്കാൻ സാധിക്കില്ല. നിലവിൽ ഈ വീഡിയോ ദൃശ്യം AARO അല്ലെങ്കിൽ ഓൾ ഡൊമെയിൻ അനോമലി റെസൊല്യൂഷൻ ഓഫീസിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഈ വെബ്സൈറ്റിൽ മാത്രമല്ല, സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് അവൈലബിൾ ആണ്. പക്ഷേ ഒഫീഷ്യലി സർക്കാരിൻ്റെ ഈ വെബ്സൈറ്റിൽ ഇപ്പോൾ അതുണ്ട്. ആ പ്രതിഭാസം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. 2004 നവംബർ മാസം 14 ഇത് അരങ്ങേറുന്നത്. സ്ഥലം അമേരിക്കയിലെ സൗത്ത് കാലിഫോർണിയ, കൃത്യമായിട്ട് പറഞ്ഞാൽ സൗത്ത് കാലിഫോർണിയയിലെ സാന്റിയാഗോ എന്ന തീരപ്രദേശം. ആ തീരപ്രദേശത്ത് നിന്ന് ഏകദേശം 160 കിലോമീറ്റർ സമുദ്രത്തിൻ്റെ ഉള്ളിലേക്ക് മാറിയുള്ള ഒരു കേന്ദ്രം. അവിടെ വെച്ചാണ് ആ വിചിത്രമായ പ്രതിഭാസത്തെ അമേരിക്കൻ ഉദ്യോഗസ്ഥർ കണ്ടെത്തുന്നത്. ഈ സംഭവം നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് USS പ്രിൻസ്റ്റൺ എന്ന അമേരിക്കയുടെ പടക്കപ്പലിലെ ഒരു റഡാർ ഓപ്പറേറ്ററായ കെവിൻ ഡേ വിചിത്രമായിട്ടുള്ളൊരു കാഴ്ച അദ്ദേഹത്തിൻ്റെ റഡാറിലൂടെ കണ്ടു. ഒരു വിചിത്രമായ പേടകം. ആ പേടകം അതിശക്തമായ വേഗതയിൽ നേരെ സമുദ്രത്തിൻ്റെ പ്രതലിലേക്ക് പതിക്കാൻ പോകുന്നു. 1 മണിക്കൂറിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ വേഗതയിലാണ് അത് പതിക്കാനായിട്ട് പോകുന്നത്. എന്നാൽ അത് പതിക്കുന്നില്ല. വെള്ളത്തിലേക്ക് അത് വീഴുന്നേയില്ല. പൊടുന്നനെ അത് നിന്നുപോയി. അത്രയും വേഗതയിൽ നിലത്തേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു പൊടുന്നനെ നിന്നു പോവുക എന്ന് പറഞ്ഞാൽ അതിൽ ഏതെങ്കിലും മനുഷ്യരുണ്ടെങ്കിൽ അവർ ജീവിച്ചിരിക്കാനുള്ള സാധ്യത തീർത്തുമില്ല. അങ്ങനെ അല്പനേരം അവിടെ അനങ്ങാതെ നിന്നു. അതിനുശേഷം അതിവേഗതയിൽ അതവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അതിനുശേഷം കമാൻഡർ ഡേവിഡ് ഫ്രാവറും ലഫ്റ്റനൻറ്റ് കമാൻഡർ അലക്സ് ഡൈട്രിക്കും ഈ പ്രദേശത്തൂടെ പരീക്ഷണ പറക്കൽ നടത്തി. അതൊരു പരീക്ഷണ പറക്കലാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. കാരണം ഇങ്ങനൊരു പ്രതിഭാസം കണ്ട സ്ഥിതിക്ക് ഉറപ്പായിട്ടും അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ആയിരിക്കണം അവർ നേരിട്ട് അങ്ങോട്ട് പോയത്. അവർ അവരുടെ വിമാനത്തിൽ സമുദ്രപ്പരപ്പിന് മുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മുമ്പ് റഡാർ കണ്ടെത്തിയിട്ടുള്ള ആ സ്ഥലത്തെത്തിയപ്പോൾ അവർക്ക് വിചിത്രമായിട്ടുള്ളൊരു കാഴ്ച കാണാൻ സാധിച്ചു. അതിശക്തമായ വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വിചിത്രമായിട്ടുള്ള ഒരു വസ്തു. ഏകദേശം 40 അടിയോളം നീളമുണ്ട്. അങ്ങനൊരു വസ്തുവിന് ഒരിക്കലും ആ രീതിയിൽ സഞ്ചരിക്കാൻ സാധിക്കില്ല. കാരണം അതിന് ഒരു രീതിയിലുള്ള ചിറകുമില്ല, അതിൽ എൻജിനില്ല. അങ്ങനൊരു വിമാനം നിർമ്മിക്കാൻ ശാസ്ത്രീയമായിട്ട് നമ്മളെക്കൊണ്ട് സാധിക്കില്ല. അശാസ്ത്രീയമെന്ന് പോലും പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഭീകരമായ ഏലിയൻ UFO. ഏലിയൻ ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല, പക്ഷേ ഉറപ്പായിട്ടും അത് UFO ആണ്. ആ UFOയെ അവർക്ക് ട്രാക്ക് ചെയ്യാൻ സാധിച്ചു. ഇവർ മാത്രമാണോ ആ UFOയെ കണ്ടത്? ആ UFOയും ഇവരെ കണ്ടോ? അവർ കോൺഷ്യസ് ആയിരുന്നോ? അവരെ കണ്ടുവെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇവർ വിമാനം എങ്ങനെയാണോ പറപ്പിച്ചത് ആ രീതിയിൽ ഇവരെ മിമിക് ചെയ്യാൻ തുടങ്ങി. ഇവർ വിമാനം അല്പം ഒന്ന് താഴ്ത്തി പറപ്പിച്ചപ്പോൾ ഏതാണ്ട് അതേ സമയത്ത് തന്നെ അവരുടെ ആ UFOവും ഒന്ന് താഴ്ന്നു പറന്നു. കുറച്ചു നേരത്തെ പറക്കലിന് ശേഷം അതതിൻ്റെ വേഗത ത്വരിതഗതിയിൽ വർദ്ധിപ്പിച്ചു. നമ്മുടെ നിലവിലുള്ള ഒരു വിമാനത്തിനും വർദ്ധിപ്പിക്കാൻ സാധിക്കാത്തത്ര വേഗതയിലാണ് അത് പറന്നത്. അത് പറന്നുവെന്ന് മാത്രമല്ല, പെട്ടെന്ന് തന്നെ റഡാറിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം കുറച്ച് മാറി അങ്ങ് അകലെ ഒരു സ്ഥലത്ത് അത് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ശക്തമായ വേഗതയിൽ അതവിടെ നിന്ന് പാഞ്ഞുപോയി. പിന്നീട് അവർക്ക് ആ UFOയെ കാണാൻ സാധിച്ചില്ല. പുറത്തു വരാൻ പോകുന്ന ഡേറ്റയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ചില റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് 46 ഹൈ ഡെഫിനിഷൻ വീഡിയോ ദൃശ്യങ്ങൾ ആ കൂട്ടത്തിൽപ്പെടും. അതിനു പുറമെ ഒരുപാട് റഡാർ ഡേറ്റകളുമുണ്ട്. റഡാർ ഡേറ്റ എന്ന് പറയുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ എടുത്തിട്ടുള്ള ഡേറ്റകളൊന്നുമല്ല. അത് യഥാർത്ഥത്തിലുള്ള അമേരിക്കൻ ഒഫീഷ്യലുകൾ തന്നെ ശേഖരിച്ചിട്ടുള്ള ഡേറ്റകളാണ്. ഈ ഡേറ്റ നേരത്തെ തന്നെ പ്രസിദ്ധീകരിക്കാനുള്ള ഉത്തരവൊക്കെ പലകുറി ഇറങ്ങിയിട്ടുള്ളതാണ്. ഇപ്പോൾ ആ ഡേറ്റ ഇറങ്ങേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. എന്തായിരിക്കും അതിൻ്റെ പിന്നിലുള്ള കാരണം? ഒരുപക്ഷേ ഇത് വെളിയിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. അല്ലെങ്കിൽ അവരിങ്ങനെ മറച്ചു വെക്കേണ്ട ഒരു കാര്യവുമില്ലല്ലോ. ഈ ഡേറ്റകൾ പലതും അമേരിക്കയിലെ ചില ജനപ്രതിനിധികൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. US ഹൗസ് റെപ്രസെൻറ്റേറ്റീവായ ടിം ബുർച്ചെറ്റ് പറഞ്ഞത്, ഞാൻ കണ്ട വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ രാത്രി ഉറങ്ങാൻ സാധിക്കില്ല. ഡിഫൻസ് സെക്രട്ടറി ഹെക്സേത്ത് ഒരു ഘട്ടത്തിൽ പറഞ്ഞത് 2026 എന്തായാലും ഈ ഡേറ്റ ഞാൻ പ്രസിദ്ധീകരിക്കില്ലെന്നാണ്. പക്ഷേ അദ്ദേഹത്തിന് പറഞ്ഞ കാര്യത്തിന് വിപരീതമായിട്ട് ചെയ്യേണ്ടി വരും. കാരണം അമേരിക്കൻ പ്രസിഡൻ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അത് പബ്ലിഷ് ചെയ്യാനുള്ള ഉത്തരവായി.
പല ആളുകളുടെയും അഭിപ്രായത്തിൽ ഇതിലെ ഏലിയൻ ഫാക്ടർ അല്ല നമ്മളെ ശരിക്കും ഭയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു ടെൻഷൻ ഉണ്ടാക്കുന്നത്. ആ സാങ്കേതികവിദ്യയാണ്. നമ്മുടെ ശാസ്ത്രത്തിന് ഒട്ടും നിരക്കാത്ത തരത്തിലുള്ള സാങ്കേതികവിദ്യ. നമ്മുടെ ശാസ്ത്രം അനുസരിച്ച് അങ്ങനൊരു സാങ്കേതികവിദ്യ ഉണ്ടാവാൻ പാടില്ല. അങ്ങനൊരു സാങ്കേതികവിദ്യ ഉണ്ടെങ്കിൽ നമ്മുടെ ശാസ്ത്രത്തിൽ പലതും തെറ്റാണെന്ന് നമുക്ക് പറയേണ്ടി വരും. പല ആളുകളും പറയുന്നത് അമേരിക്ക റിവേഴ്സ് എഞ്ചിനീയറിംഗ് സാങ്കേതികവിദ്യയിലൂടെ ഈ സാങ്കേതികവിദ്യ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ്. മനസ്സിലാക്കുകയും അവർ സ്വന്തമായി അത്തരത്തിലുള്ള പേടകങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയുമാണെന്ന് ഇവർ പറയുന്നു. പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും മറ്റ് വിദേശ ശക്തികൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ആ വിദ്യകളൊക്കെ സ്വന്തമാക്കാൻ ശ്രമിക്കും. അവർക്ക് മുൻപേ അമേരിക്ക സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണെന്നാണ് ഒരു കൂട്ടം ആളുകൾ പറയുന്നത്. നിലവിൽ നമുക്കതൊരു കോൺസ്പിറസി തിയറിയായിട്ട് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. കാരണം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകളോ വെളിപ്പെടുത്തലുകളോ ഒന്നും ഉണ്ടായിട്ടില്ല. വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ്. പ്രചരിക്കുന്ന കോൺസ്പിറസി തിയറികൾ ഒന്ന് 2023 ലേക്ക് ഹ്യൂറോൺ ഷൂട്ട് ഡൗണുമായി ബന്ധപ്പെട്ടതാണ്. ലേക്ക് ഹ്യൂറോൺ ഷൂട്ട് ഡൗൺ അത് ഒരു കോൺസ്പിറസി തിയറി ഒന്നുമല്ല. പക്ഷേ അതിനെ ഏലിയൻ UFOയുമായി ബന്ധിപ്പിച്ച് ചില കോൺസ്പിറസി തിയറികളൊക്കെ പ്രചരിക്കുന്നുണ്ട്. ലേക്ക് ഹ്യൂറോൺ ഷൂട്ട് ഡൗൺ നടക്കുന്നത് 2023 അതായത് 3 വർഷങ്ങൾക്ക് മുമ്പ്. 2023 തുടക്കത്തിൽ അമേരിക്കയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നും ചൈനീസ് ബലൂണുകൾ, വെതർ ബലൂണുകൾ അല്ലെങ്കിൽ സ്പൈ ബലൂണുകളൊക്കെ അമേരിക്ക കണ്ടെത്തിയിരുന്നു. ഒരുപാട് ചൈനീസ് ബലൂണുകൾ അന്തരീക്ഷത്തിൽ കണ്ടതിനെ തുടർന്ന് അമേരിക്കൻ ഗവൺമെൻറ് ജാഗരൂകരായി അവരുടെ പരിസരം, അവരുടെ അന്തരീക്ഷം നിരന്തരമായി പരിശോധിക്കാൻ തുടങ്ങി. അങ്ങനെ ഫെബ്രുവരി മാസത്തിൽ തുടർച്ചയായി 4 വ്യത്യസ്തമായിട്ടുള്ള വസ്തുക്കളെ അവർ അവരുടെ അന്തരീക്ഷത്തിൽ കണ്ടു. അതിൽ 4ാമത്തതാണ് ലേക്ക് ഹ്യൂറോൺ തടാകത്തിൻ്റെ മുകളിൽ വെച്ച് കണ്ടത്. ലേക്ക് ഹ്യൂറോൺ തടാകം അത് അമേരിക്കയുടെയും കാനഡയുടെയും അതിർത്തി പങ്കിടുന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഏകദേശം 20,000 അടി ഉയരത്തിൽ നല്ല വലിപ്പമുള്ള ഒരു ഒക്ടഗണൽ ഷേപ്പിലുള്ള വസ്തുവിനെയാണ് അവർ കണ്ടത്. അതിൽ നിന്ന് ചില സ്ട്രിങ്ങുകളൊക്കെ താഴേക്ക് നീണ്ടു കിടക്കുന്നുണ്ടായിരുന്നു. ജോ ബൈഡൻ ഉത്തരവ് കൊടുത്തു അതിനെ വെടിവെച്ച് നിലത്തിടാൻ. അതിനുവേണ്ടി മിനിസോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന എയർ നാഷണൽ ഗാർഡിൽ നിന്നും 2 F-16 വിമാനങ്ങൾ പറന്നുയർന്നു. അത്ഭുതം, ആദ്യത്തെ മിസൈൽ തന്നെ പിശകി. അങ്ങനൊരു പിശക് സംഭവിക്കേണ്ടതല്ല. കാരണം ആ ബലൂണിനെ അല്ലെങ്കിൽ ആ ഒരു വസ്തുവിനെ ആരും കൺട്രോൾ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ കൃത്യം അതിൽ തന്നെ കൊള്ളേണ്ടതായിരുന്നു. പക്ഷേ അത് കൊണ്ടില്ല. ആ മിസൈൽ നേരെ തടാകത്തിലേക്കാണ് വന്ന് വീണത്. 2ാമത്തെ മിസൈൽ കൃത്യമായിട്ട് അതിൽ കൊണ്ടു. ആ വസ്തുവിൻ്റെ അവശേഷിപ്പുകളൊക്കെ പിന്നീട് അമേരിക്കയ്ക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചു. അവർ പഠനങ്ങൾ നടത്തിയിട്ട് അവർ പറഞ്ഞത് ഇത് വെതർ ബലൂൺ മാത്രമാണെന്നാണ്. അതായത് കാലാവസ്ഥാ പഠനത്തിന് വേണ്ടി അയച്ചിട്ടുള്ള ബലൂണാണെന്നാണ്. ഇപ്പോൾ പ്രചരിക്കുന്നത് അന്ന് കളക്ട് ചെയ്തിട്ടുള്ള അവശേഷിപ്പുകൾ അത് വെറും വെതർ ബലൂണിൻ്റെ അവശേഷിപ്പുകളായിരുന്നില്ല, മറിച്ച് അത് ഏലിയൻ പേടകത്തിൻ്റെ അവശേഷിപ്പുകളാണ്. അതായത് ആ ഏലിയൻ പേടകത്തിൻ്റെ ഒരുപാട് അവശേഷിപ്പുകൾ അമേരിക്കയുടെ കയ്യിലുണ്ട്. ആ അവശേഷിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ റിവേഴ്സ് എഞ്ചിനീയറിങ്ങിലൂടെ മറ്റൊരു പേടകം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു കൂട്ടർ കുറച്ചുകൂടെ കടന്നാണ് ചിന്തിക്കുന്നത്. അവർ പറയുന്നത് ആ പേടകത്തിൻ്റെ അകത്തിൽ ഏലിയൻസ് ഉണ്ടായിരുന്നെന്നും ആ ഏലിയൻസ് ഇപ്പോൾ അമേരിക്കയുടെ അണ്ടറിലാണെന്നും അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അമേരിക്ക പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുമാണ്. അങ്ങനൊന്ന് യാഥാർത്ഥ്യമാകാനുള്ള സാധ്യത 1% പോലുമില്ല. കാരണം അതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണ്. ആർക്കും എന്ത് കഥ വേണമെങ്കിലും പ്രചരിക്കാം. അത്തരത്തിൽ ആളുകൾ വെറുതെ പ്രചരിപ്പിക്കുന്ന കഥകൾ മാത്രം. എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ UFO അല്ലെങ്കിൽ UAP പ്രതിഭാസങ്ങൾ അത് യാഥാർത്ഥ്യമാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ അമേരിക്കയുടെ പക്കലുണ്ട്. അവരുടെ പക്കൽ അങ്ങനെ തെളിവുകളുണ്ടെന്ന് അവർ തന്നെ സമ്മതിച്ചതുമാണ്. അധികം വൈകാതെ ആ ഡേറ്റയൊക്കെ നമുക്കും കാണാൻ സാധിക്കുമെന്നും ആ പഠന ഫലങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. അങ്ങനൊരു പബ്ലിക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.